നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. കാരണം എനിക്കറിയാം. അപ്പോൾ ഇന്നലെ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എന്താണ് ഗ്രൂപ്പിൻ്റെ പേര്? നമ്മുടെ സോക്കർ ബ്ലൂസ് എന്ന് പറയുന്ന സോക്കർ ബ്ലൂസ് കേരള എന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ് ഞാൻ നോക്കട്ടെ. അതിനകത്തൊരു ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് എന്താ പറയുന്നത്, സോക്കർ ബ്ലൂസ് കേരള എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഞാൻ ഭയങ്കര ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളിനകത്ത് നിന്ന് ഞാൻ പറയുന്നതിൻ്റെ ചില നല്ല സാധനങ്ങൾ മാത്രം എടുത്തിട്ട് അവരത് സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര, സത്യം പറഞ്ഞാൽ എനിക്കൊരു വല്ലാത്ത ഫീലായിരുന്നു. സാധനം എന്താണെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിനകത്ത് 2 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറയുന്ന സാധനത്തിനകത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ അവരത് മാറ്റി കഴിഞ്ഞിട്ട് അവരതൊരു സ്റ്റേറ്റസ് വീഡിയോ പോലെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ വാക്കുകൾ കുറേ ആളുകൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. കുറേ ആളുകൾ അൺകണ്ടീഷണലായിട്ട്, കുറേ ആളുകൾക്ക് എന്നോട് അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹമുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളോടൊക്കെ ഞാൻ ഒരുപാട് ഇൻഡപ്റ്റഡ് ആണ്, റിയലി ഇൻഡപ്റ്റഡ് ആണ്. കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് എനിക്ക് ഭയങ്കരമാണ് കേട്ടോ. കാര്യം എന്താ പറയേണ്ടത്, കാരണം ഇന്നലെ വൈശാഖ് ബ്രോയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. കമൻ്റ് അല്ല, അവരുടെ ഒരു ജസ്റ്റർ, ചില സ്മൈലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം എനിക്കങ്ങ് ചില സാധനങ്ങളങ്ങ് വല്ലാതെ കയറി അങ്ങ് ടച്ച് ആവും. അപ്പം ആ ഒരു ഇത് പറഞ്ഞപ്പോൾ ഇതിൻ്റെ കൂടെ അങ്ങ് വന്നതാണ്. അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. ഞാൻ വേദനിപ്പിച്ചവരോട് എല്ലാവരോടും അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇടേ സത്യം പറയാം, നിങ്ങൾ ഇത്ര വലിയ പിന്തുണയൊന്നും എനിക്ക് തരേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഒട്ടും പ്രൊഫഷണലായിട്ടല്ല സാധനം ചെയ്യുന്നത്. ഞാനൊരു ഇമോഷണൽ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന പോലെ സാധനം വന്നിട്ട് ചെയ്തിട്ട് പോകുന്നതാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പം ടു ബി ഫ്രാങ്ക്, എന്താ പറയുന്നത്, എനിക്കാണെങ്കിൽ നിങ്ങളോട് കുറച്ച് ഇൻഡപ്റ്റഡ് ആണ്, ഒബ്ലിഗേഷൻ ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അതൊന്നും ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ആക്ച്വലി നിങ്ങൾ തരുന്ന പിന്തുണയ്ക്കും സപ്പോർട്ടിനും വളരെയധികം നന്ദി. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല, അതൊരിക്കലും പറയില്ല. പക്ഷേ നിങ്ങളുടെ ജെന്യൂനായിട്ടുള്ള സാധനം എനിക്ക് കമൻറ്റ് ചെയ്ത് തരണം. കമൻറ്റ് എന്ന് വെച്ചാൽ അത് മാത്രമാണ് എൻ്റെ ഒരു പലപ്പോഴും ഉള്ള ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കുറേ ആളുകൾ ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്ന റെഗുലർ നമ്പരും കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് കുറേ ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ മിസ്സാണ് എന്നെനിക്കറിയാം. അപ്പം ഞാൻ കാരണം ഇതാണ് നൂർ KLB എന്ന് പറയുന്നൊരു പുള്ളിയാണ് ഈ വീഡിയോ ചെയ്തത്. ആക്ച്വലി ഞാൻ ഇങ്ങനെയൊന്നും അല്ല സാധനം പറഞ്ഞത്. ഞാൻ വേറൊരു മൈൻഡിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രം അവർ എടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി, സങ്കടം തോന്നി, റിഗ്രറ്റ് തോന്നി, കുറ്റബോധം തോന്നി. അപ്പം റിയലി ഞാൻ പറയാൻ വന്നതും ഒരുപാട് കാര്യങ്ങളിലേക്ക് ആയിപ്പോയിട്ടുണ്ട്. അപ്പം താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. പിന്നെ ബുദ്ധിമുട്ടിച്ചവരോട് എല്ലാവരോടും ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്. സോറി.